നേരത്തെ ഞാൻ യാത്ര പോകുമ്പോൾ ഒരു ബുദ്ധ സന്യാസി അദ്ദേഹത്തിൻ്റെ അമ്പലത്തിൽ താമസിക്കാൻ കൊണ്ടുപോയി പോകാൻ നേരത്തെ എനിക്ക് ഒരു സ്വർണ്ണത്തിൻ്റെ ഒരു ബോക്സ് എന്ന് പറയുന്ന സാധനം തരികയാണ്. എവിടെയൊക്കെ ചിരിക്കുന്ന മനുഷ്യരുണ്ട് അവിടെ എല്ലാം എനിക്കിഷ്ടമാണ്. പിന്നെ ഞാൻ എൻ്റെ യാത്രയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു എംബ്ലം ഉണ്ട്. അതിൻ്റെ ചിഹ്നം ഒരു സൈക്കിൾ ടയറാണ്. പക്ഷേ അത് എൻഡിങ് ഇല്ല, കാരണം യാത്രകൾ അവസാനിക്കുന്നില്ല. നിലയ്ക്കാത്ത യാത്രയാണ് ജീവിതം തന്നെ. ഈ സൈക്കിളിൽ ലോകം ചുറ്റി വരാൻ പോവുകയാണ് ഒരു 45-കാരൻ. 2 വർഷം കൊണ്ട് 40ഓളം രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങി കേരളത്തിലെത്താമെന്നാണ് പ്ലാൻ. നമുക്കറിയാം അരുൺ തഥാഗതിന്റെ വിശേഷങ്ങൾ. എറണാകുളം കളക്ട്രേറ്റിലെ ജീവനക്കാരനായ അരുൺ തഥാഗത് 2 വർഷത്തെ ശമ്പളമില്ലാത്ത അവധിയെടുത്താണ് യാത്ര പോകുന്നത്. 26-ന് ആരംഭിക്കുന്ന പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് തുടങ്ങി 40ഓളം രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങിയാണ് തിരിച്ചരുൺ കേരളത്തിലെത്തുക. ജോലിയിൽ അവധിയെടുത്താണ് യാത്രകൾക്കെല്ലാം അരുൺ പോയത്. ലീവ് എടുത്താണ് യാത്രകൾ മുഴുവനും. ശമ്പളം, പെൻഷൻ, പ്രൊമോഷൻ ഒക്കെ പോയി. അവരുടെ നോട്ടത്തിൽ അതൊക്കെ നഷ്ടമായിട്ട് കാണുന്നു. പക്ഷേ എൻ്റെ നോട്ടത്തിൽ അങ്ങനെയല്ല. ലോകം മുഴുവനുള്ള സൗഹൃദങ്ങൾ, ഒരുപാട് സൗഹൃദങ്ങൾ, എൻ്റെ ആ സൗഹൃദങ്ങളുടെ വലയം കൂട്ടലാണ് എൻ്റെ ലക്ഷ്യം. 2012-ലാണ് യാത്രകൾ ഹരമായി തുടങ്ങിയത്. ഇതുവരെ 10ഓളം രാജ്യങ്ങളിലൂടെ സൈക്കിൾ യാത്ര നടത്തി. യാത്ര ജീവിതത്തിന്റെ ഭാഗമായതോടെ കൂടെ കൂട്ടിയ പേരാണ് അരുണിന് ശേഷമുള്ള തഥാഗത്. ഉത്തരേന്ത്യക്കാർ പേരിനൊപ്പമുള്ള ജാതി തിരയുന്നതിനാൽ പാലി ഭാഷയിൽ ബുദ്ധന്റെ പേരായ തഥാഗത് ഒപ്പം ചേർത്തു. യാത്ര ചെയ്ത എല്ലാ സ്ഥലങ്ങളും ഇഷ്ടമാണ്. എന്നാൽ അരുണിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം വാരണാസിയാണ്. ഞാനൊരു ദൈവവിശ്വാസി ആ അർത്ഥത്തിലൊന്നുമല്ല, അങ്ങനെ അല്ലാതാനും. എങ്കിൽ പോലും എനിക്ക് വാരണാസി, നമ്മളുടെ ഇന്ത്യൻ തെരുവുകളുടെ എല്ലാ തിരക്കുകളും അഴുക്കുകളും എല്ലാം ഉണ്ടെങ്കിലും വാരണാസി വല്ലാത്ത ഒരു മിസ്റ്റിക് സാധനമാണ്. പലവട്ടം പോയിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും പോകാൻ ഇഷ്ടമുള്ളതാണ്. ഇനി അടുത്തതായി അരുൺ പോകാൻ ആഗ്രഹിക്കുന്നത് സൗത്ത് അമേരിക്കയിൽ നിന്നും നോർത്ത് അമേരിക്കയിലേക്കാണ്. യാത്ര ജീവിതത്തിന്റെ ഭാഗമായതിനാൽ പിന്നെ സൈക്കിളിൽ യാത്ര ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ യാത്ര ചെയ്യുന്ന ആളുകളെ മീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ബാക്ക് പാക്കറായിട്ട് പോയിരുന്നു. ഇപ്പോൾ ഇന്ത്യ മുഴുവനും ഒരു 4-5 കൊല്ലം യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സൗഹൃദമാണ് ഈ സൈക്കിളിൽ പോയപ്പോൾ. ഭാഷ അറിയില്ലാത്ത, ഒന്നും മനസ്സിലാവാത്ത ഇടങ്ങളിലുള്ള ആളുകളുമായിട്ട് ഭയങ്കര അടുപ്പമാണ്. 35 മുതൽ 40 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ യാത്രയുടെ ചിലവായി കണക്കാക്കുന്നത്. മത്സരത്തിനപ്പുറത്തേക്ക് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന വേദിയായതിനാലാണ് പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് യാത്ര ആരംഭിക്കാനുള്ള കാരണം. 10-ലധികം രാജ്യങ്ങളിൽ ഇതുവരെ സഞ്ചരിച്ചു. 40ഓളം രാജ്യങ്ങളിലേക്ക് യാത്ര പുറപ്പെടാൻ ഒരുങ്ങുന്നു. എന്നാൽ ഇതുവരെ ഒരിടത്തും ഭാഷ ഒരു പ്രശ്നമായി തനിക്ക് തോന്നിയിട്ടില്ലെന്നാണ് അരുൺ പറയുന്നത്. എനിക്ക് സത്യത്തിൽ മലയാളം, കുറച്ചൊക്കെ ഇംഗ്ലീഷ്, കുറച്ചൊക്കെ ഹിന്ദി, കുറച്ചൊക്കെ തമിഴ്, ഇത്രേ അറിയുള്ളൂ. പക്ഷേ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ നമുക്ക് ഭാഷകൾ ഒരു പ്രശ്നമല്ല. ലോകത്ത് മുഴുവൻ സഞ്ചരിക്കാൻ ഒറ്റ ഭാഷയുള്ളൂ. ഹൃദയത്തിന് ഒറ്റ ഭാഷയുള്ളൂ. പുഞ്ചിരിക്ക് ഒറ്റ ഭാഷയുള്ളൂ. ഒറ്റ ഭാഷ മതി. ഹൃദയത്തിൻ്റെ ഭാഷ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്ത് എവിടെയും സഞ്ചരിക്കാം. യാത്രയാണ് ജീവിതം. ഇനിയും ഒരുപാട് ദൂരം അരുൺ തഥാഗതിന് സഞ്ചരിക്കാനുണ്ട്. തിരിച്ചെത്തുമ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അരുണിനെ ഒന്നുകൂടെ കാണാം. വീഡിയോ ജേർണലിസ്റ്റ് ജിനീസ് ജോസിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.